ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ മാസത്തെ അവസാനത്തെ 2 ദിവസത്തെ, അതായത് 48 അവേഴ്സിലെ എനർജീസ് എന്തൊക്കെയാണെന്നാണ്. ഇതിൽ നിങ്ങൾ കൂടുതൽ പേരും ഒരു ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു കരിയറിലാണെങ്കിൽ, ഒരു ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസൃതമായിട്ടുള്ള ഒരു സാലറി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ട് കാണാം. മറ്റു ചിലർക്കാണെങ്കിൽ ഇവർ ഈ സമയം ചാരിറ്റി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കിട്ടുന്ന സാലറിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും കുറച്ച് തുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു 2 ദിവസം നിങ്ങൾക്ക് ഒരു പവറിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നിങ്ങളൊരു തീരുമാനമെടുക്കുന്നു. വളരെ കാര്യമായിട്ട് എന്തിനെയൊക്കെയോ പറ്റി ചിന്തിച്ചിട്ട് നിങ്ങൾ അതിനൊരു തീരുമാനമെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു വിദേശ യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ, ലോങ് ടൈമിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലേക്കായിട്ട് നിങ്ങളൊരു ഫേമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് എംപററിൻ്റെ എനർജിയാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ സമയം ഒരു ജീവിതത്തിലൊരു സ്ട്രക്ചർ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിലേക്കൊരു മെൻറ്റർ വരുന്നുണ്ട്. നിങ്ങളെ പുതിയൊരു നേർവഴിയിൽ നയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു മെൻറ്റർ, ഒരു ഫാദർലി ഫിഗറായിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. ഇങ്ങനെ ഇല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തിനൊരു സ്ട്രക്ചർ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് കൂടുതൽ പേർക്കും ഒരു ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഒരു ടീം വർക്കായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ കൂടുതൽ പേരും ഈ ഒരു സമയത്ത് ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ സമയത്ത് പഠിക്കാൻ കഴിയും എന്നുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് ഈ സമയം ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തനാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ടാകുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് തോന്നും, ഈ മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണല്ലോ എന്ന്. അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ചിലരെങ്കിലും അവർക്ക് ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ തുടർന്ന് പോകേണ്ട ഒരു അവസ്ഥയും വരുന്നുണ്ട്. ഈ സമയത്താണ് അവർ മറ്റു കാര്യങ്ങളെപ്പറ്റിയും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ ചിന്തിക്കാൻ തുടങ്ങുന്നതും അതിനനുസരിച്ചിട്ട് അവർക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്താൻ പറ്റുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം അവർക്ക് ഈ സമയം സ്പിരിച്വൽ അവേക്കനിങ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂണാണ്. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം ഈ സമയം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ക് നിങ്ങളുടെ സൈഡിലാണെന്ന് കാണുന്നുണ്ട്. കാരണം മുന്നേ ഉള്ള ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ തരാതിരുന്നിട്ടുണ്ട്, നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ ഈ സമയം കാലചക്രം തിരിഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്നിട്ടില്ലാത്ത വ്യക്തികൾ നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരുന്നുണ്ട്. നിങ്ങളെ കൺട്രോൾ ചെയ്ത വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു എനർജി ഇതൊക്കെയാണ് ഈ വീൽ ഓഫ് ഫോർച്യൂണിലൂടെ സൂചിപ്പിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു എനർജിയാണ് ഈ ഒരു 2 ദിവസത്തേക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു എനർജി, ഈ ഒരു ഗൈഡൻസ് ആയിട്ടെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സക്സസ്സും ഉണ്ടാകുന്നതാണ്. താങ്ക് യു.